ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ ഇ ഡി അന്വേഷിക്കാൻ വന്നാൽ അതിൽ പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ പേരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് സർവ്വസാധാരണമാണ്. തെളിവ് കണ്ടെത്താൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ കേസിലെ മുഖ്യപ്രതിയും സ്വർണ്ണത്തട്ടിപ്പിന്റെ സൂത്രധാരനും അടിമുടി ശബരിമലയിലെ കൊള്ളക്കാരനുമായ തന്ത്രിയുടെ വീട് ഒഴിച്ചു നിർത്തി ബാക്കി മുഴുവൻ പ്രതികളുടെ വീട്ടിലും ഇ ഡി റെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെയ്ഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരിക്കണം? ചില പ്രത്യേക ബ്രാഹ്മണ താല്പര്യമുണ്ട്. ആ ബ്രാഹ്മണ താല്പര്യം എങ്ങനെയാണ് കേരളത്തിലെ BJP-ക്കാർ ഇ ഡിയെ കൊണ്ട് നടപ്പാക്കുന്നു എന്നതാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഇ ഡി റെയ്ഡ് നാടകം സൂചിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ തൊടാതെ ഇ ഡി ആദ്യഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധന നടത്താത്തതിന്റെ കാരണം ഇ ഡി ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ 21 ഇടങ്ങളിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ എല്ലാ പ്രതികളുടെയും വീടുകളിലും പരിശോധന ആരംഭിച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും ബംഗളൂരുവിലെ ബെല്ലാരിയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അതിനിടെ ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇ ഡി നീക്കം. ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകളിലടക്കം ക്രമക്കേടുണ്ടെന്ന വിവരം ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ടി വി പ്രസാദും റഹീസ് റഷീദും എസ് എസ് ശരണുമാണ് ചേരുന്നത്. ആദ്യം ടി വി പ്രസാദിലേക്ക് പോയ പ്രസാദ്, നമുക്കറിയാം ഇ ഡി റെയ്ഡ് ആ ദിവസം തന്നെയാണ്, ഇ ഡി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിലേക്ക് എത്തുന്ന ദിവസം തന്നെയാണ് തന്ത്രി അറസ്റ്റിലാവുന്നതും. അത് തമ്മിൽ യാദൃശ്ചികത എന്ന് നമുക്കന്ന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴാ ഇ ഡി തന്ത്രിയെ തൊടാതെ മറ്റിടങ്ങളിലെല്ലാം, തന്ത്രിയുടെ വീട്ടിൽ മാത്രം പരിശോധന നടത്തുന്നില്ല, മറ്റിടങ്ങളിലെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ കാടടച്ചുള്ള പരിശോധന നടത്തുകയാണ്. സ്വാഭാവികമായും ഇതെന്ത് എന്ന ചോദ്യമുണ്ട്. ഇ ഡി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകുന്നുമില്ല. അതന്നെയാണ് വിനീത, എന്തുകൊണ്ടാണ് തന്ത്രിയുടെ വീട്ടിൽ പരിശോധന ഇല്ലാത്തത് എന്ന കാര്യത്തിൽ ഇ ഡി ഒരു വിശദീകരണം നൽകുന്നില്ല. BJP-ക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി റെഡിയാക്കാനും ഒപ്പം തന്നെ ഭൂലോക കള്ളന്മാരെ വൈറ്റ് വാഷ് ചെയ്ത് പുറത്തിറക്കുന്നതുമാണ് ഇ ഡി അന്വേഷണത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും കൂടുമാറിയതിനു ശേഷം ഇ ഡി കേസുകളെല്ലാം നിന്ന നിപ്പിൽ അപ്രത്യക്ഷമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ എങ്ങനെ കേസിൽ നിന്ന് ഊരിയെടുക്കാം, അതിനുവേണ്ടി ബാക്കിയുള്ളവരുടെ വീടുകളിൽ മുഴുവൻ റെയ്ഡും, എന്നാൽ കട്ട മുതൽ ഉൾപ്പെടെ തൊണ്ടിയായി കണ്ടെടുത്ത വീട്ടിൽ റെയ്ഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ റെയ്ഡിന് പിന്നിലെ താല്പര്യം നാട് കാണേണ്ടതുണ്ട്. മെയിൻ കൊള്ളക്കാരനെ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ വീട്ടിലെല്ലാം ഹീറോയിസ്റ്റിക് ശൈലിയിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിൽ ഇ ഡിക്ക് ബ്രാഹ്മണ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സവർണ താല്പര്യം കൂടുതലാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. തന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ആ റെയ്ഡ് നാടകത്തിന്റെ ഉദ്ദേശം യോഗക്ഷേമ സഭ എന്ന സംഘടന ഇവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന്റെ സംഘടന വിചാരിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഒക്കെ എത്ര പെട്ടെന്നാണ് വരുന്നത്. അതിൽ പ്രധാന പ്രതിയുടെ വീട്ടിൽ കയറാതെ ഇ ഡി കാണിച്ച ജാഗ്രതയും കരുതലും കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇ ഡി എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഒരു ഗുമ്മിന് അടിക്കുന്ന ഡയലോഗിനപ്പുറം ഈ രാജ്യത്തെ പരീക്ഷ എഴുതി കയറിയ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. അവരുടെ മനസ്സിലും ഉണ്ട് ജാതിബോധം, അവരുടെ മനസ്സിലും ഉണ്ട് ഒരു വിശ്വാസി. അങ്ങനെയുള്ള അടിമ മനസ്സുകാരന്മാരെ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില താല്പര്യങ്ങളൂടെയാണ്. എന്നിട്ട് ഇ ഡി കള്ളപ്പണ കേസ് അന്വേഷിക്കാൻ പോകുന്ന എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ വച്ചു കാച്ചുമ്പോൾ അവർ അതിനിടയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വലിയ ചർച്ചയാക്കി മാറ്റാത്ത മാധ്യമ ജാഗ്രത കൂടി മനസ്സിലാക്കുമ്പോൾ കേരളത്തിലൊരു തന്ത്രിയെ രക്ഷപ്പെടുത്താൻ, അതും കോടതി നിർദ്ദേശപ്രകാരമുള്ള SIT അന്വേഷണം നടത്തി കൊള്ളക്കാരനാണെന്ന് കണ്ടെത്തിയ വ്യക്തി ജയിലിൽ കിടക്കുമ്പോൾ അയാളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇ ഡിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇ ഡിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്നും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ യജമാനൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അടിസ്ഥാനപ്പെടുത്തി പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് ഒഴിവാക്കുമ്പോൾ ആ റെയ്ഡിന് പിന്നിലെ ഉദ്ദേശശുദ്ധി നാട് ചിന്തിക്കേണ്ട സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്. സവർണനാണോ ബ്രാഹ്മണനാണോ ഇ ഡി പോലും തൊടാൻ മടിക്കൂ എന്ന് പറയുന്നത് ഇതാണ്.